കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിൽ പ്രതി ഷിംജിതയ്ക്ക് ഇന്നും ജാമ്യമില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 6 മാറ്റി. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, എന്തുകൊണ്ടാണ് ഹർജി മാറ്റിയത്? സൈഫുദ്ദീൻ, പോലീസ് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഒബ്ജക്ഷൻ റിപ്പോർട്ട് ഇന്ന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് ജാമ്യാപേക്ഷ ഈ മാസം 6 പരിഗണിക്കുന്നത് മാറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ 21-ാം തീയതിയാണ് ഷിംജിത മുസ്തഫ റിമാൻഡിലാവുന്നത്. അതേ തുടർന്ന് 14 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. ആ ദിവസം സ്വാഭാവികമായും ജാമ്യം ലഭിക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പോലീസ് ഒബ്ജക്ഷൻ റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 6 മാറ്റിയിരിക്കുന്നത്. അതിനിടെ നാളെ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും കോടതിയിൽ. അതേ തുടർന്ന് കസ്റ്റഡി ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ദീപകിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഷിംജിത മുസ്തഫ പിടിയിലാവുകയും അതിന് പിന്നാലെ റിമാൻഡിലാവുകയും ചെയ്തതിനെ തുടർന്ന് ഇതുവരെ ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുകയോ ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളിലേക്കോ പോലീസ് കടന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനെയുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോയത്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത് കണ്ടന്റ് ക്രിയേഷൻ ആണെന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടിലും അതൊക്കെ തന്നെയാണ് പോലീസ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഈ ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് നാളെ കസ്റ്റഡി അപേക്ഷ പോലീസ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് ഇന്ന് ഒബ്ജക്ഷൻ റിപ്പോർട്ട് നൽകാതിരുന്നത്. അങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ 14 ദിവസം പിന്നിട്ടിട്ടും ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിൻ്റെ ആത്മഹത്യയിൽ പിടിയിലായിട്ടുള്ള പ്രതി ഇത് ജാമ്യമില്ല. 14 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. അവരുടെ ജാമ്യാപേക്ഷ ഈ മാസം 6 മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കോടതി. സലാം മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.